എന്താണ് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിലൊന്ന്, ഞങ്ങൾ ആണുങ്ങൾ പൊതുവെ കാര്യങ്ങളെ ചുരുക്കി പറയും, ചുരുക്കി കേൾക്കും. നിങ്ങൾ വീട്ടിൽ പോയി നോക്കിയാൽ മതി, ആണുങ്ങൾ ഒരു മൂളക്കുഞ്ഞരക്കൊക്കെ ഉണ്ടാവും, ഇത്രയൊക്കെ ഉണ്ടാവും. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല, കാര്യങ്ങളെ പരത്തി പറയും, പരത്തി കേൾക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, വീട്ടിൽ പോയി നോക്കുന്നുണ്ട്. എന്താ പറയുക, അയലൊക്കത്തെ മീനേന്റെ കല്യാണമല്ലേ പോണ്ടേ എന്ന് ഭാര്യ പറയുമ്പോൾ ഭർത്താവ് ഒരു മുളക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ വീണ്ടും ഭാര്യ കയറി ഹെഡ് ചെയ്യും, നിങ്ങളെന്തേ കൂമ മൂളണമാതിരി മൂളണത്, അതിന് പോവാൻ കുട്ടിക്ക് ഒരു ചുരിദാറുണ്ടോ? ഭർത്താവ് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഭാര്യ ഇങ്ങനെ കയറി പരപരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും നോക്കിയാൽ കാണാം. നിങ്ങളുടെ ആൺകുട്ടി സ്കൂൾ വിട്ട് വീട്ടിൽ വന്നാൽ നോക്കുക, അത്തലയും പറയും ഇത്തലയും പറയും, നടുവൊരു ബ്ലാക്ക് ഔട്ട് ആയിരിക്കും. അമ്മ ഗോപാലേട്ടൻ്റെ മോനെ, എന്താടാ ഗോപാലേട്ടൻ മോനെ പറ്റി? ഇപ്പൊ വരെ സുരേഷ് വിളിക്കുണ്ടാവാൻ പോയി, പിന്നെ അവനെ കൊണ്ടുവന്ന് കാലിൻ്റെ ഇടയിൽ ഇറുക്കി വെച്ച് ചോദിച്ചാലേ അടുത്തത് കിട്ടുള്ളൂ. ശരിയാണോ അല്ലയോ? എന്നാൽ ഒരു പെൺകുട്ടി സ്കൂൾ വിട്ട് വന്നാൽ നോക്കൊണ്ട് അവൾ കഴുകാൻ കൂടി പോവില്ല, ഡോറിന്റെ മുകളിൽ 2 കൈയും വെച്ച് ഇങ്ങനെ നിന്ന് നോവല് പറയണ പോലെ സ്കൂളിൽ നടന്നു നോക്കാം. അവള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അമ്മ വിജയമാഷ ക്ലാസ്സിലെ ഞാൻ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പി വിജയമാഷ് പറയാട്ടോ. അന്നേരം അമ്മയുടെ ഇക്കിളിയിലാവും. കാരണം എന്താ? ഒരൊറ്റ ആട്ടനാണ്, വിടാ പോലും എൻ്റെ ഒരു വിജയമാഷ്. ഇന്നലെയും പറഞ്ഞില്ലേ നീ ഇത്. ഇതാണ് ആണും പെണ്ണും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം ശ്രദ്ധിക്കൂ. 2 വ്യത്യാസം ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, നമ്മളെ പെൺകുട്ടികൾ പോകരുത്. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും കണ്ണീര് വീഴരുത്. ഇത് പ്രാർത്ഥിച്ച് അവിടെ ദണ്ഡ നമസ്കാരം ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയിരിക്കുന്നത്. ഇനി അതിൻ്റെ ആത്മീയതയിലേക്കാണ് കടക്കണത്. ഞാൻ ഭൗതികത പറഞ്ഞിട്ട് ഇതിൻ്റെ ആത്മീയതയിലേക്ക് കടക്കും. കൂടെ വരൂല്ലേ നിങ്ങൾ? ഒന്നിച്ച് വരൂല്ലേ? കുറച്ച് വേറിട്ടൊരു പ്രസംഗമായിരിക്കും. കാരണം നിങ്ങൾ ഭാഗവതത്തിലൂടെയൊക്കെ കടന്നുപോയി നിരന്തരം എന്താ പറയുക കഥ കേട്ടിരുന്ന് അതല്ല, കുറച്ച് തത്വം പറയുക, കുറച്ച് അതിൻ്റെ കാര്യങ്ങൾ അറിയണമല്ലോ. അറിയണ്ടേ? 7 മുളം തട്ട് പൊട്ടണ്ടേ? പൊട്ടണം. അതാണ് നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ്. വരട്ടെ, നമുക്ക് നോക്കാം. ശരി, മറ്റൊരു വ്യത്യാസം ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ ആണുങ്ങൾ പൊതുവെ വിഷ്വലായിരിക്കും. എന്താ വിഷ്വൽ? ഞങ്ങൾ ആണുങ്ങൾ പൊതുവെ കാണയിൽ വീണവരായിരിക്കും. സുന്ദരമായ ഒന്നിനെ കണ്ട് ഡെറ്റി വീണുണ്ടാവും, അതിൻ്റെ ബാക്കിൽ ജീവിതം അങ്ങനെ പോകുന്നുണ്ടാവും. ഇതാണ് ഞങ്ങൾ ആണുങ്ങൾ. തന്നെയല്ല, ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് ഒരു കുഴപ്പം കൂടി ഉണ്ട്. എന്താ കുഴപ്പം എന്നറിയോ? ഞങ്ങൾക്കൊരു മങ്കി മൈൻഡാണ്, ഒരു കുരങ്ങന്മാരുടെ മനസ്സാണ്. ഒരു കൊമ്പത്ത് നിൽക്കൂല. അത് പഠിക്കുന്ന കാലത്ത് തന്നെ നോക്കിയാൽ അറിയാം. 8ാം ക്ലാസ്സിൽ ഒന്നിനോട് തോന്നിയ പ്രേമല്ല 9ാം ക്ലാസ്സിൽ വേറെ ഒന്നിനോട്, 10ാം ക്ലാസ്സിൽ വേറെ ഒന്നിനോട്, +1 വേറെ ഒന്നിനോട്, +2 വേറെ ഒന്നിനോട്, ഡിഗ്രിക്ക് വേറെ ഒന്നിനോട്, PGക്ക് വേറെ ഒന്നിനോട്, കല്യാണം കഴിക്കണ ഏതോ ഉഗാണ്ടയുള്ള ഒന്നിന്. ടൈം വേസ്റ്റ്, എനർജി വേസ്റ്റ്, ജീവിതം അപ്പടി വേസ്റ്റ്. അങ്ങനെയാണ് അവൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കല്യാണം കഴിച്ചാലും ഈ കൊമ്പിൽ ചാടുന്നത് ഉണ്ടാവും കേട്ടോ. സംശയം ഒന്നും വേണ്ട, ചാടും. എന്താ നിങ്ങൾക്ക് സംശയം? ഞാൻ ചാടൂല വെറുതെ പറയുകയാണ്. ചാൻസ് കിട്ടാഞ്ഞിട്ട്. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ആണുങ്ങളുടെ പ്രത്യേകത. എന്നാൽ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. പെണ്ണുങ്ങൾ കാണയിൽ വീഴൂല. ഒരു രസം കൂടി ഉണ്ട് കേട്ടോ, അതുകൂടി പറയട്ടെ. ഇത് 13 വയസ്സിന് ശേഷമാണ് ഇതൊക്കെ പ്രകടമായിട്ട് കാണുക. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അത്ര പ്രശ്നമില്ല. അതായത് 7ാം ക്ലാസ്, 6ാം ക്ലാസ്, 5ാം ക്ലാസ്സിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. 13 വയസ്സിന്റെ മുകളിലേക്ക് 8ാം ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത കോലത്തിലാവും. ഇങ്ങോട്ട് വാടാന്ന് അറിയുമ്പോഴേക്കും അത് അങ്ങോട്ട് പോകണുണ്ടാവും. അതുകൊണ്ട് ആ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിന്റെ കൈ പിടിച്ച് ഈ സംസ്കരണ പ്രക്രിയയിലേക്ക് കൊണ്ടുവരണം, ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം. അപ്പൊ എന്താ പറയുക, ഉള്ളില് ഒരു വാസന ഉള്ളിലുണ്ടാവും. നമ്മൾ ആരെങ്കിലും ചെയ്തുവോ? ചോദ്യം. നമ്മൾ രാവിലെയും വൈകിട്ടും സന്ധ്യകൾ കഴിച്ചുവോ? ചോദ്യം. നമ്മൾ രാവിലെയും വൈകിട്ടും വീടിന്റെ ഉള്ളിൽ പൂജാമുറിയിൽ ഒരു വിളക്ക് തെളിച്ച് അവിടെ ഇരുന്ന് ഉപാസന ചെയ്തുവോ? ചോദ്യം. അതിനുശേഷം അവിടുന്ന് എഴുന്നേറ്റ് തൻ്റെ കുട്ടിയുടെ കൈപിടിച്ച് തൻ്റെ തട്ടകത്ത മൂർത്തിയായ ആ ഭഗവാൻ കൃഷ്ണന്റെ അടുത്തേക്ക് വന്ന് ഒന്ന് തൊഴുത് നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ചുവോ? ചോദ്യം. ഈ ചോദ്യത്തിനൊക്കെ ഉറക്ക ഉത്തരം കാണണം. കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? അതിലേക്ക് ഞാൻ വഴിയെ വരട്ടെ. എന്തോടെ പറഞ്ഞു? മറ്റൊരു പ്രത്യേകത കൂടി പറയട്ടെ. 13 വയസ്സ് കഴിഞ്ഞ് 19 വയസ്സിന്റെ ഉള്ളില് എല്ലാ തരികിടിയും കുട്ടി കളിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ്. അതിനാണ് ടീനേജ് എന്ന് വിളിക്കുക. അതിൻ്റെ ഇടയിൽ എല്ലാ കോപ്രായി കളിച്ചിട്ട് ഇവൻ എല്ലാ തരികിടിയും കളിക്കുന്ന പ്രായം അതാണ്. 19ാമത്തെ വയസ്സിൽ പ്രകൃതി സ്വിച്ച് ഓഫ് ആക്കും. പക്ഷേ വീണ്ടും കറങ്ങും കുറച്ചും കൂടെ. 20, 21, 22, 23, 24, 25 ഒക്കെ ആകുമ്പോഴേക്ക് കറക്കം നിൽക്കും. അപ്പോഴേക്ക് ജീവിതം കൊലവള്ളി വിട്ട് പോയിട്ടുണ്ടാവും. എന്താ സംഭവിച്ചതെന്ന് ഇവൻ എന്നെ അറിയില്ല. എന്താ സംഭവിച്ചതെന്ന് ഇവൻ എന്നെ അറിയാത്ത അവസ്ഥയിലെത്തും. അപ്പൊ നോക്കൂ, ആ അവസ്ഥയെ നിന്ന് അവനെ കൈപിടിച്ച് കയറ്റി കൊടുക്കണം. ഇത് ശ്രദ്ധിക്കുക. ആണുങ്ങൾ കാണുന്നതിലാണ് വീണത് എന്ന് പെൺകുട്ടിയെ 13 വയസ്സ് കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നുണ്ട് പ്രകൃതി. പഠിപ്പിക്കണ്ടോ? ഇല്ലയോ? ഇല്ല.
ഉണ്ട്. 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും നിങ്ങളെ പെൺകുട്ടി എങ്ങനെയാ സ്കൂളിൽ പോയതെന്ന് നോക്കുക. അതിന് ഡ്രസ്സിങ്ങിലൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. തലമുടിയെ കൂടി വല്ല ചപ്പറപ്പറയൊക്കെയാണ് പോകുമ്പോൾ അമ്മ എന്നെ പറയും, എന്താടി എൻ്റെ തലമുടി കൂടി കിളിക്കൂട് പോലുണ്ടല്ലോ പറഞ്ഞ് പിരിച്ചിട്ട് ഒരു കുത്തും കൊടുത്തു വിടും. 13 വയസ്സിന്റെ മുകളിലേക്ക് കയറിയ ഒരൊറ്റ പെൺകുട്ടിയോട് അമ്മ അങ്ങനെ പറയേണ്ട ഗതികേടുണ്ടായിട്ടില്ല. 8-ലോ 9-ലോ 10-ലോ നിങ്ങളെ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടിയോട് അമ്മ ചോദിക്കുക, എന്താണ് ഈ സ്കൂളിൽ പോകാനായില്ലേ? ഇപ്പൊ വരാം അമ്മയുടെ ഒരു കഥ എന്താണെന്നറിയില്ലല്ലോ. ഇതൊക്കെ ഞാൻ പച്ചക്കിട്ട് പറയുമ്പോൾ, ഞാൻ ഈ ആചാര്യസ്ഥാനത്ത് ഇരുന്ന് പച്ചക്കിട്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചങ്ങാതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ഒരു കുഴപ്പമില്ല. സമൂഹത്തിന്റെ പരിച്ഛേദമാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിന്ന് നമ്മളെ കരകയറ്റി അടുത്ത പരിച്ഛേദത്തിലേക്ക് കൊണ്ടുപോകണം. ഇതാ ചെയ്യുന്നത്. ഇതിൽ കുടുങ്ങിക്കിടക്കല്ല വേണ്ടത്, അതിന്റെ മുകളിലേക്ക് കയറണം. ഈ പെൺകുട്ടിയിലാണ് ആര് വീഴുന്നത്? ഈ ആൺകുട്ടികൾ വീഴുന്നത്. ഇതൊക്കെ ഈ കളറൊക്കെ കണ്ട് പുട്ടി, പെയിന്റ്, പ്രൈമർ ഒക്കെ കൂടി കണ്ട് അതിൽ പെട്ടുപോവുകയാണ്. ഇതിനെ കൊണ്ടുവന്ന ഒരു മഴയത്ത് നിർത്തി കഴിഞ്ഞാൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല. ശരി, ഇത്രയും തമാശയാണ് ഇപ്പൊ പറയണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടെ കാര്യമാണ് നിങ്ങളോട് പറയണത്. ഒരൊറ്റ പെണ്ണും കാണുന്നതിൽ അങ്ങനെ വീഴില്ല. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കാണുന്നതിൽ വീഴില്ല, അവൾ കേൾക്കണയിലാണ് മിക്കവാറും വീഴുക, കേൾക്കണയിൽ. അതുകൊണ്ടാണ് ഒരു പെണ്ണിനെ പെടുത്താൻ ഏറ്റവും നല്ല വഴി സുന്ദരമായ 4 വാക്ക് പറയലാണ്. സുന്ദരമായ 4 വാക്ക് പറയലാണ്. അതിപ്പോ പറയാൻ കഴിയാത്തതിനെ കൊണ്ട് അത് മിക്കവാറും എങ്ങനെയാ നടക്കണമെന്നറിയോ? ഇതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ കൂടിയാ പോണത്. ആണോ അല്ലയോ? അത് സോഷ്യൽ മീഡിയയിലാണ് പരിപാടി. ഇൻസ്റ്റ വഴി ചാറ്റിംഗ്. ഈ ചാറ്റിങ്ങിലാണ് മിക്കവാറും പെടുന്നത്. കേൾക്കണ്ടോ ഇല്ലേ? പെണ്ണ് പെടുന്നത് ഈ ചാറ്റിങ്ങിലാണ്. പിന്നെ അവസാനം ഇത് ചൊറിയിൽ മാന്തണ പോലെ ആവുകയാണ്. കാരണം എന്താണെന്നറിയോ? കുടുംബിനികളായ സ്ത്രീകളൊക്കെ ഈ ചാറ്റിങ്ങിൽ പെട്ടുപോവുകയാണ്. കോട്ടയ്ക്കെന്ന കൊറോണ വന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു, പ്രമോദ് സാറേ സുരേഷിന്റെ ഭാര്യ പോകാൻ നിൽക്കണ്ടോ, ഒന്ന് പിടിക്കണം എന്ന് പറഞ്ഞു എന്നോട്. സുരേഷിന്റെ ഭാര്യനെ പിടിക്കുന്ന പരിപാടിയാണ് എനിക്ക്. ഞാൻ പറഞ്ഞു പോയിക്കോട്ടെയായിരുന്നു. പോയിട്ട് അവൾ ആ ഇക്കിളിയിലൊക്കെ പെട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ പോരാൻ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ. ഇല്ലെങ്കിൽ 2-3 പീസൊക്കെ ഈ താഴ്വാരം കാണാം, അല്ലെങ്കിൽ കഴുത്തിൽ കത്തി കുത്തിയിറക്കിയിട്ടോ ആക്കി എങ്ങനെയാ വെച്ചാൽ വേഗം പരലോകത്തേക്ക് പോവാം. അതല്ലെങ്കിൽ ആണുങ്ങളൊക്കെ ആണെങ്കിൽ വല്ല കഷായോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കുടിച്ച് അവർക്കും പോകാം. ആരായാലും ഇതൊക്കെ തന്നെയാ ഫലം. എന്താ കാരണം എന്നറിയോ? കേട്ടപ്പോൾ കാണണമെന്നു തോന്നി, കണ്ടപ്പോൾ കെട്ടണമെന്നു തോന്നി, കെട്ടിയപ്പോൾ ഹാ കഷ്ടം പെട്ടു എന്നും തോന്നി. നിങ്ങൾ ഇനി എത്ര എണ്ണം ചെയ്താലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിനാദ്യം എന്ത് വേണം? ഇതൊക്കെ ഭാസുരമാവണമെങ്കിൽ എന്ത് വേണം? നാം ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി ഇടപെടുമ്പോൾ അവിടെ അസ്വാരസ്യങ്ങൾ ഉണ്ടാവില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുകയോ ഇല്ലയോ? പരസ്പരം ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കുകയോ ഇല്ലയോ? അങ്ങനെ ജീവിതം ഭാസുരമായിട്ട് മുന്നോട്ട് പോകും. അതിനാണ് നമ്മൾ ഒത്തുകൂടേണ്ടത്. കേൾക്കില്ലേ ഞാൻ ഈ പറയണത്? പുരഞ്ജനന്റെയും ബാക്കിയൊക്കെ കഥ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നതിനാണ്. പുരം ജനിപ്പിക്കുന്നവൻ അവനാ പുരഞ്ജനൻ. അതായത് നവദ്വാരപുരമായി ദേഹത്തെ ജനിപ്പിച്ച് വീണ്ടും വീണ്ടും പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഡരേശയനം. ജനിക്കുക മരിക്കുക ജഡരത്ത് കിടക്കുക, ഗർഭപാത്രത്തിൽ കിടക്കുക. ഇത്ര ദുരിതമയമായ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ആ കൂടൊന്ന് പൊട്ടിച്ച് പുറത്തേക്ക് സ്വാതന്ത്ര്യം നേടിപ്പോണ്ടേ. ഉണ്ടെന്നില്ല. വേണ്ടേ? പറയൂ വേണ്ടേ? ഇരിക്കട്ടെ, ഞാൻ ആ പെൺകുട്ടിയെ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ, എന്നിട്ട് എനിക്ക് ക്ഷേത്രത്തേക്ക് കടക്കണം. എന്താ ഭാഗവതം പറഞ്ഞതെന്ന് കാട്ടിത്തരണം, അല്ലാതെ അവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇക്കിളി കുറച്ചൊന്ന് കാട്ടിത്തരും. അതിന് ശേഷം ആ പെൺകുട്ടി ഇവനോട് ചാറ്റ് ചെയ്തു. 3 കുട്ടികളുടെ അച്ഛനായിരുന്നു ആ കോട്ടയംകാരൻ. ഇവൾ +1 പഠിക്കുന്ന സുന്ദരിയായ പെൺകുട്ടി. വകതിരിവ് അക്കാര്യത്തിൽ ഉണ്ടാവില്ല. ഇവൻ 3 മക്കളുടെ അച്ഛനാണെന്ന് അറിഞ്ഞിട്ടും ഈ ചാറ്റിങ്ങിൽ കുടുങ്ങിയ ആ കുട്ടി കയറി. അവന്റെ അടുത്തേക്ക് പോകണം കോഴിക്കോട് നിന്ന്. അതിനവൾ കണ്ടെത്തിയ മാർഗം, ഇപ്പോഴത്തെ കുട്ടികൾ പ്രത്യേകിച്ചും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പണ്ടൊക്കെ എനിക്ക് എൻ്റെ രക്ഷിതാക്കൾ ഒരു പേടിയും ബഹുമാനമായിരുന്നു. ശരിയാണോ അല്ലയോ? മിണ്ടുന്നില്ല. ആണോ അല്ലയോ? നിങ്ങൾക്ക് അങ്ങനെയൊന്നും അല്ലായിരുന്നോ? വലിയവരോടാ എൻ്റെ ചോദ്യം, ചെറിയ മക്കളോടല്ല. ആയിരുന്നോ അല്ലയോ? ആണ്. എന്നാൽ ഇന്നെന്താ സ്ഥിതി? രക്ഷിതാക്കൾക്ക് കുട്ടികൾ ഒരു പേടിയും ബഹുമാന. മോനെ കുട്ടാ ഉപദ്രവിക്കല്ലേ, എങ്ങനെയെങ്കിലും അങ്ങോട്ട് കഴിഞ്ഞുകൂടിപ്പോട്ടെ, എൻ്റെ കാലശേഷം എന്താ വേണ്ട ചെയ്തോന്നാ. കുട്ടി പറയണതൊക്കെ കൊടുത്ത് മുട്ടിലഴിയാണ് കുട്ടിയുടെ മുന്നിൽ. ശരിയാണോ അല്ലയോ? പറയൂ, ശരിയാണോ അല്ലയോ? നോന്ന് പറയാൻ കുട്ടിയെ പഠിപ്പിച്ചില്ല. നോന്ന് പറയാൻ പഠിച്ചാൽ ഒരുവിധം പാവൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റുമായിരുന്നു നമുക്ക്. ചില പ്രത്യേക സ്ഥലത്ത് നോ എന്ന് പറയാൻ പഠിച്ചാൽ ഒരുവിധം പാപങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും നമുക്ക്. പക്ഷെ നോന്ന് പറയാൻ മടിച്ച് പല കാര്യങ്ങളും നിന്നപ്പോ നമുക്ക് അപകടത്തിലേക്ക് കയറേണ്ടി വന്നു. ഭഗവാൻ നോന്ന് പറയേണ്ടടുത്ത് നോ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ സംശയം നിങ്ങൾക്ക്? ദുര്യോധനന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് തന്റെ നിറന്ന പീനികൾ നിരക്കവേ കുത്തി നെറുകയിൽ കുട്ടി തിറമോട് കെട്ടിയ ആ മുടിയൊന്ന് പോതി ഒതുക്കിയിട്ട്
അതായത് പകുതി രാജ്യം നീ പാണ്ഡവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു സൂചി കുത്താൻ പോലുള്ള സ്ഥലം കൊടുക്കൂല എന്ന് അവസാനം പറഞ്ഞപ്പോഴാണ് നമുക്ക് കുരുക്ഷേത്രത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞത്. നോ, അത് നീ ചെയ്യരുതെന്ന് തന്നെയാണ് പറഞ്ഞത്. കുരുക്ഷേത്രത്തിൽ കാകനും കഴുകനും നിന്റെ തല കൊത്തി വലിക്കുമ്പോ നീ അറിയും ധർമ്മം എന്താണെന്ന്. ഇത് പറഞ്ഞിട്ട് തേരിൽ കയറി തേരോടിച്ചു പോരുകയാണ് മഹാസ്വരൂപൻ, ആനന്ദസ്വരൂപൻ, അചിന്മയൻ, അനായാമയൻ. ഇതൊന്നും മനസ്സിലാക്കി വെക്കൂ. എപ്പോഴെങ്കിലും അവനവന്റെ കർമ്മത്തിൽ നിന്ന് താഴേക്ക് പോകരുത്, ഒരിക്കലും പോകരുത്, ഒരിക്കലും പോകരുത്. ചെയ്യാനുള്ള കർമ്മത്തെ എന്താ പറയാ എരിമയോടെ ചെയ്യണം. പക്ഷെ അതിലൊന്നും ഒട്ടാൻ നിൽക്കരുത്, ഒന്നിലും ഒട്ടാൻ നിൽക്കരുത്. എന്താ പറയാ ചക്ക മുറിക്കണ പോലെ കയ്യുമ്മല് എന്താ പറയാ എണ്ണ തേച്ചിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേച്ചിട്ട്, അതിനെ പൊതുവെ വിളിക്കുന്ന പേര് സ്നേഹം എന്നാണ്. അത് തേച്ചിട്ട് ഈ ലോകത്ത് ഇടപെടാവൂ. ഒട്ടാൻ നിൽക്കരുത്, ഒരാളുമായിട്ടും ഒട്ടാൻ നിൽക്കരുത്. എന്റെ കൂടങ്ങൾ ഉണ്ടോ? ഒന്നിച്ച് പോരുന്നുണ്ടോ? ഞാൻ ഈ പറയണങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? അവൾ, ആ പെൺകുട്ടി അമ്മയോട് കല്ലുവെച്ച നുണ പറയുകയാണ് ചെയ്തത്. എന്താ അവള് പറഞ്ഞതെന്നറിയോ? അമ്മ ടൂറുണ്ട് കേട്ടോ ഈ കോട്ടയംകാരൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന അമ്മ ചോദിച്ചു, മോളെ എത്ര രൂപയാണ് വേണ്ടത്? അപ്പൊ ആ കുട്ടി പറഞ്ഞു, കോട്ടയത്ത് പോയി അവൻ്റെ ഒപ്പം നിന്ന് തിരിച്ചു പോരണം, 4500 രൂപ വേണം എന്ന് പറഞ്ഞപ്പോൾ ഒറ്റയടിക്ക് കൊടുക്കാനില്ലാതിരുന്ന അമ്മ 500 വെച്ച് ആർക്ക് കൊടുത്തു? പറയൂ, ആർക്ക് കൊടുത്തു? ഈ കുട്ടിക്ക് കൊടുത്തു. ഡേറ്റിന്റെ മുന്നേ, അതായത് ഡേറ്റിന്റെ മുന്നേ. അവിടെ അമ്മ ചെയ്ത തെറ്റ്, ആ കുട്ടിയെ ചേർത്താൻ വേണ്ടി മാത്രം ആ സ്കൂളിലേക്ക് കയറി ചെന്നു. പിന്നീടൊന്ന് വിളിക്കുകയോ ആ ക്ലാസ് ടീച്ചറെ പോലും ഒന്ന് ബന്ധപ്പെടുകയോ ചെയ്തില്ല. ഇങ്ങനെ ഒരു ടൂർ ഉണ്ടോ എന്ന് പോലും അമ്മയ്ക്ക് അറിയില്ല. കുട്ടി പറഞ്ഞത് മാത്രമാണ് ആപ്തവാക്യം. കുട്ടി കോട്ടയത്തേക്ക് വണ്ടി കയറി. അവളെ അവൻ മിസ്യൂസ് ചെയ്തു എന്ന് മാത്രമല്ല, അതിൻ്റെ വീഡിയോ എടുത്ത് അവൻ പിന്നീട് അവളെ പിന്തുടർന്നപ്പോൾ ജീവിക്കാൻ കഴിയാതിരുന്ന ആ പെൺകുട്ടി ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി. നോക്കൂ, നരകം ഇവിടെ തന്നെയാണ്. ആത്മീയതയെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ജീവിതത്തിലെ നരകം ഇവിടെ തന്നെയാണ്. ഇത് മനസ്സിലാക്കൂ. ആത്മീയത ഉള്ളിലുണ്ടെങ്കിൽ എവിടെയും നമ്മൾ നരകത്ത് കിടക്കേണ്ടി വരില്ല. വരുമോ? പറയൂ. പ്രതിസന്ധി നമുക്ക് വന്നാൽ പോലും അതിനെ നമ്മൾ മനസ്സിലാക്കി തരണം ചെയ്ത് അപ്പുറത്തേക്ക് കടക്കുമോ ഇല്ലയോ? പറയൂ. ഞാൻ നിർത്തട്ടെ, നിങ്ങളുടെ ഒരു അനക്കം കാണില്ല, അതാ ഞാൻ ചോദിച്ചത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആണോ അല്ലയോ? ആണ്. ഇതൊക്കെ ആത്മീയത ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട്. ശരിയാണല്ലോ? അപ്പൊ ആ സത്യത്തെ അറിയലാണ് പരമപ്രധാനം. പക്ഷേ നമുക്ക് നോക്കാം. ആ കുട്ടി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയെന്ന് മാത്രമല്ല, മരിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെ കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഈ വീട്ടുകാരി തന്നെയാണ്, 10-17 കൊല്ലം നോക്കിയ ഈ വീട്ടുകാരി തന്നെയാണ് അവളെ ചികിത്സിക്കുന്നത്. അവർ വീണു, അവർക്ക് ജോലിക്ക് പോകാൻ കഴിയോ? പറയൂ. അവർ സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടു, കേട്ടോ ഇല്ലയോ? കടം കയറിയോ ഇല്ലയോ? ഒരൊറ്റ കുട്ടിയുടെ ഒരു ഡൈവേഷനെ കൊണ്ട്, ഒരു ഇക്കിളിയിലേക്കുള്ള പോക്കിനെ കൊണ്ട് ആ മാതാവും പിതാവും ആ കുടുംബവും ഒന്നടങ്കം എന്താ പറയാ താഴേക്ക് നിബന്ധിക്കുകയാണ്. ഇതില്ലാണ്ടാക്കണമെങ്കിൽ കുട്ടിക്ക് കൃത്യമായ അറിവ് കൊടുക്കണം. വേണോ വേണ്ടയോ? യഥാർത്ഥത്തിലുള്ള തിരിച്ചറിവ് കൊടുക്കണം. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരു ദിവസം ഞായറാഴ്ച വൈകുന്നേരം അതിനൊക്കെ വേണ്ടി സമയം ചെലവഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം? ആ സത്സംഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം?